അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഖഅദ മാസം അതിൻ്റെ 13ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. നാളെ 13ാമത്തെ പകലാണ്. അതായത് ദുൽഖഅദ മാസത്തിൻ്റെ പകുതി നമ്മളോട് വിട പറയാൻ ഒരുങ്ങുന്ന ആ ഒരു സന്ദർഭമാണ്. അല്ലാഹു തആല നമ്മൾ ഇത്രയും ദിവസമൊക്കെ ചെയ്ത ഒരുപാട് അമലുകൾ, ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, ഖുർആൻ പാരായണം, നമസ്കാരം എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് 13ാം രാവാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കല്യാണ രാവുകളാണ് അല്ലേ? കല്യാണ രാവാണ്. പല കുടുംബങ്ങളിലും നിക്കാഹ് നടക്കുന്ന, കല്യാണം നടക്കുന്ന, നാളെ ഞായറാഴ്ച കല്യാണമൊക്കെ നടക്കുന്നു. അല്ലാഹു തആല എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ, നവദമ്പതിമാരുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ അല്ലാഹു സ്വസ്ഥതയും സമാധാനവും ബറക്കത്തും സന്തോഷവും ഇണക്കവും പിണക്കങ്ങളെ തൊട്ടുള്ള കാവലും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്ന് ഇശാ നിസ്കാരമൊക്കെ വെറുതെ ചുടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. തലേന്ന് രാത്രി അപ്പോൾ ഓഡിറ്റോറിയത്തിൽ കല്യാണം, അതുപോലെ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോയി നിസ്കാരമൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത്. നാളെ സുബഹി പ്രത്യേകിച്ച് എൻ്റെ മണവാട്ടിമാരോടും മണവാളന്മാരോടും ഒക്കെ പറയാനുള്ളത്, നാളെ നിങ്ങൾക്ക് വലിയൊരു ദിവസമാണ് അല്ലേ? നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ് നാളത്തെ ദിവസം. അപ്പോൾ കല്യാണം, ചെറുക്കന്മാർ, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെ? സുബഹി നിസ്കാരം ഖളാ ആക്കരുത്. ആക്കിയാൽ അന്നത്തെ ദിവസം ഒരു ബർക്കത്തില്ലായ്മയാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടേണ്ട കല്യാണ ദിവസം തന്നെ ഒരു നിസ്കാരമൊക്കെ ഖളാ ആക്കി തോന്നിയ പോലെയൊക്കെ ആയാൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല. അപ്പോൾ നാളെ നിസ്കാരം കൃത്യമാക്കുക. അതുപോലെ പറ്റുന്ന പ്രാർത്ഥനമാർക്കൊക്കെ വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും ഓതി നമ്മുടെ നല്ല ദിവസം നാളെ തുടങ്ങുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഉസ്താദേ കല്യാണ പ്രായമായി വിവാഹം ശരിയാവുന്നില്ല, ദുആ രക്കണേ, 10-30 വയസ്സ് കഴിഞ്ഞു, പല കാരണം, ചിലപ്പോൾ കല്യാണം ഉറപ്പിച്ചു, ചിലപ്പോൾ വളയിടൽ കഴിഞ്ഞു, എന്നിട്ടും കല്യാണം നടക്കാതെ പോകുന്ന കല്യാണ മുടക്കികൾ ഒരുപാട് പേരുണ്ട്. ഒരിക്കലും ആ പ്രവൃത്തി ചെയ്യരുത്. അല്ലാഹു തആല ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു വിഭാഗമാണ് കല്യാണ മുടക്കികൾ. അതായത് ഒരു നന്മ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ അല്ലാഹുവിന് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് കല്യാണ മുടക്കികളായി നമ്മളാരും മാറരുത്. കല്യാണം ആവാത്തവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകം നമ്മുടെ ഇന്നത്തെ മജ്‌ലിസിൽ ദുആരക്കാം. അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവർക്കും കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ ദിക്റിന്റെ മജ്‌ലിസിലേക്ക് കടക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. അല്ലാഹു തആല വളരെ ശ്രേഷ്ഠതയോടെ നമുക്ക് ചൊല്ലാൻ പറഞ്ഞു തരുന്ന ദുആകളാണ്. അതിൽ നമ്മുടെ ദുന്യാവും ആഖിറവും ഒക്കെ വിജയിക്കാനുള്ള ദുആയുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി പറയേണ്ട ദുആയുണ്ട്, മക്കൾക്ക് വേണ്ടി, ഭാര്യമാർക്ക്, കുടുംബത്തിന് വേണ്ടി ചെയ്യേണ്ട ദുആയുണ്ട്, തെറ്റുകൾ പൊറുക്കപ്പെടാൻ വേണ്ടിയുള്ള ദുആയുണ്ട്. അങ്ങനെ ഒരുപാട് ദുആകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ചെയ്യേണ്ട ദുആ. എങ്ങനെയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ദുആ? റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. ഇതാണ് ആ ദുആ. നമുക്കൊന്ന് പറഞ്ഞാലോ? മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മയുണ്ട്, വാപ്പയുണ്ടാവും, അവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പറയുന്ന ഒരു ദുആ. എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി പറയുന്നൊരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് അവർക്ക് അല്ലാഹു തആല ഖൈർ കൊടുക്കട്ടെ. മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. പറഞ്ഞോ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. 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 റബ്ബിർഹംഹുമാ
കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നമ്മളെല്ലാം മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. മരിക്കുന്ന സമയത്തും മുസ്ലിമായി കെലിമ ചൊല്ലി നമുക്ക് മരിക്കാൻ പറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇബാദത്തുകളൊക്കെ കൃത്യമാക്കുക, നല്ലവണ്ണം ദുആ ചെയ്യുക, നല്ലവണ്ണം ദുആ ചെയ്യുക, തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. എങ്ങനെയാണ് ദുആരക്കേണ്ടത്? നമ്മുടെ ആഖിബത്ത്, നമ്മുടെ അവസാനം നന്നാവാൻ എങ്ങനെ ദുആരക്കണം? നമുക്ക് മഹ്തുക്കൾ പഠിപ്പിക്കുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ മരിപ്പിക്കുമ്പോൾ, എനിക്ക് മരണം തരുമ്പോൾ എനിക്ക് നീ എന്ത് ചെയ്യണം? ഹിദായത്ത് നൽകണം. എന്നെ ഇസ്ലാമിലാക്കി മുസ്ലിമാക്കി നീ മരിപ്പിക്കണം. വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം തന്നെ നീ എന്നെ ഒരുമിച്ച് ചേർക്കണം. ഇതാണ് ആ ദുആ. നമുക്കൊന്ന് പറഞ്ഞാലോ? ഇത് ഇങ്ങനെ ദിക്റിന്റെ മജ്‌ലിസിൽ മാത്രം പറയേണ്ട ദുആയല്ല. നമ്മൾ എപ്പോഴൊക്കെ നമസ്കാരങ്ങൾക്ക് ശേഷം ദുആരക്കുന്നു ആ സമയത്തൊക്കെ ഈ ദുആ നമുക്ക് പറയാം. നമുക്കൊന്ന് പറഞ്ഞാലോ? اللهم توفني مسلما والحقني بالصالحين 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 اللهم توفني مسلما والحقني بالصالحين. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളാണ്. അല്ലാഹു തആല എല്ലാവരുടെയും രോഗങ്ങൾ, എല്ലാവരുടെയും ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി രോഗങ്ങളുടെ കാര്യം പറയുന്നു. പല ടെസ്റ്റുകളും നടന്നു, ശരീരത്തിൽ പല മുഴകളുണ്ട്, അതുപോലെ കുരുക്കൾ വന്നിരിക്കുന്നു, അതുപോലെ ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. എല്ലാം മാറി സലാമത്താവാൻ ഉസ്താദ് പ്രത്യേകം ദുആരക്കണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെയും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും രോഗങ്ങൾക്ക് അല്ലാഹു തആല ശമനം തരണം. അതിന് പറ്റിയൊരു ദുആയുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ
വ അംറാലമൻ ഔസ്വാന, അള്ളാഹുവെ ഞങ്ങളുടെ രോഗവും ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് പറഞ്ഞ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ, ഷാഫിയായ അല്ലാ എന്നർത്ഥം വരുന്ന ദുആയാണ്. പറഞ്ഞു അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാലമൻ ഔസ്വാനാ ബിദ്ദുആ യാ ഷാഫിയൽ അംറാദ്. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. ഇസ്തിഗ്ഫാറുകൾ എത്ര പറഞ്ഞാലും അതിനൊക്കെ നേട്ടം കിട്ടിക്കൊണ്ടേയിരിക്കും. പലരും പറയാറുണ്ട് ഉസ്താദേ പൈസ കിട്ടുന്നില്ല, പൈസ ഒരുപാട് കടം കൊടുത്തിട്ടുണ്ട് തിരിച്ചു കിട്ടുന്നില്ല, അതുപോലെ തന്നെ പിന്നെ ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല, ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ്, അതുപോലെ ഒരുപാട് കടങ്ങളുണ്ട്. ഇങ്ങനെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് പറയുന്നവരുണ്ട്. വീട് പണി തുടങ്ങിയിട്ട് മുടങ്ങിപ്പോയി, അതുപോലെ മകളുടെ കല്യാണമൊക്കെ വരുന്നുണ്ട്, പക്ഷേ സാമ്പത്തികമായ പ്രയാസത്തിലാണ്. ഇങ്ങനെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട് പ്രതിസന്ധിയിലായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ഇസ്തിഗ്ഫാർ, അത് നമ്മുടെ ഇസ്തിഗ്ഫാർ പറയുമ്പോൾ നമ്മുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും, നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും, നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രത്യേകിച്ച് ശാരീരികമായ രോഗങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധി എല്ലാം മാറാൻ ഒരൊറ്റ മൂലിയാണ് ഈ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ഒന്നിച്ചെന്ന് പറഞ്ഞാലോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. സ്വലാത്തുകൾ ഒരുപാടുണ്ട്. ഏത് സ്വലാത്ത് ചൊല്ലിയാലും എല്ലാത്തിനും പ്രത്യേകതയുണ്ട്, എല്ലാത്തിനും ശ്രേഷ്ഠതകളുണ്ട്, മഹത്വമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്ന സ്വലാത്ത് നമ്മളൊക്കെ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ അല്ലേ, മദ്രസയിൽ നമ്മൾ ചൊല്ലി പഠിച്ചൊരു സ്വലാത്ത്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മതി. എന്തൊരു നേട്ടമാണ്. ഒരുപാട് ആളുകൾ സ്വലാത്ത് ചൊല്ലണമെന്ന് പറയുമ്പോൾ പലരും ചോദിക്കും, ഉസ്താദെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് മതിയോ? മതി, അത് തന്നെ ധാരാളമാണ്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടാൻ പറ്റിയൊരു സ്വലാത്താണ്. നമുക്കൊന്ന് ചൊല്ലിയാലോ സ്വലാത്ത്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. കണ്ണേറ് സിഹ്റിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച ഒരു അമൂല്യമായ ദിക്റുണ്ട്. സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണിത്. മാത്രമല്ല ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾക്കൊരു പരിഹാരം കിട്ടാൻ അല്ലാഹു തആല ഒരുപാട് നമുക്ക് നിഅമത്തുകൾ വാരിക്കോരി തരാൻ ഒക്കെ പറ്റിയ ഒരു ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും പറഞ്ഞു, ഒന്നിച്ചു പറഞ്ഞു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ദിക്റിന്റെ സ്വലാത്തിന്റെ ഇസ്മുകളുടെ ഇസ്തിഗ്ഫാറിന്റെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ പറഞ്ഞതിൽ ചൊല്ലിയതിലൊക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ഈമാനിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, നമ്മുടെ ചൊല്ലിയതിൽ എന്തെങ്കിലും ഒരു തഖ്വയുടെ പോരായ്മ ഉണ്ടെങ്കിൽ അല്ലാഹു തആല പരിഹരിച്ച് നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആരക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുകയാണ്. അപ്പോൾ ദുആക്ക് മുമ്പ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ് അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين.
റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, അല്ലാഹുവേ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ആമീൻ പറയുന്ന മജ്ലിസാണ്, ദിക്ർ ചൊല്ലിയ മജ്ലിസാണ്. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ ഖുർആനിലെ ദുആകൾ പറഞ്ഞ മജ്ലിസാണ്. അല്ലാഹുവേ, നിന്റെ മുത്ത് ഹബീബിന് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലിയ മജ്ലിസാണ്. നീ ഖബൂലാക്കണേ അല്ലാ. പരിപൂർണമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ എല്ലാവിധ നിഅമത്തുകളും നൽകണേ അല്ലാ. നിഅമത്തുകൾ തടയല്ലേ റബ്ബേ. ചെയ്തുപോയ തെറ്റുകളുടെ പേരിൽ അല്ലാഹുവേ, നീ തരുന്ന അനുഗ്രഹങ്ങൾ നിർത്തിക്കളയല്ലേ റഹ്മാനെ. ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് ജീവിതത്തിൽ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് അബദ്ധങ്ങൾ തെറ്റുകൾ പറ്റിയവരാണ്. ഞങ്ങൾ ഏറ്റുപറയുന്നു റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ലോക മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, പലരും ഖബറിലാണ്. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് ചെല്ലാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഓരോ ആളുകൾക്കും എന്തെല്ലാം പ്രയാസങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് നിനക്കറിയാം അല്ലാ. എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളും രോഗങ്ങളും നീ മാറ്റി സലാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹുവേ, പലരും ഹോസ്പിറ്റലുകളിൽ കഴിയുകയാണ്, വീടുകളിൽ കഴിയുന്ന രോഗികളായി. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. പലർക്കും പലവിധത്തുള്ള ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. എന്തെല്ലാം ആർക്കെല്ലാം ഉണ്ടെന്ന് നിനക്കറിയാം. നീയാണ് രോഗം തരുന്നവൻ, നീയാണ് ഷാഫിയായവൻ റബ്ബേ. ഷാഫിയായ അല്ലാ, രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന, വീഡിയോകൾക്ക് താഴെ കമന്റായി ദുആ വസിയത്ത് പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ, ആ മുഅ്മിനീങ്ങളുടെ പേര് വിവരങ്ങൾ നിനക്കറിയാം. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു എന്ന് നിനക്കറിയാം, എഴുതുന്നു നിനക്കറിയാം റഹ്മാനെ. അവരുടെ എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കണേ അല്ലാ. മനസ്സിന്റെ മുറാദ് അവരുടെയും ഞങ്ങളുടെയും ഹാസിലാക്കി തരണേ അല്ലാ. വേദനകൾ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങളുള്ളവരുടെ ആ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്നു. ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് പേര് വീടില്ലാതെ വിഷമിക്കുന്നു. വീട് പണി നടക്കുന്നവരുണ്ട്, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ സങ്കടപ്പെടുന്നവരുണ്ട്. വിവാഹം ശരിയാക്കി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. വിവാഹം നിശ്ചയിച്ചു വെച്ചവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കള് ഒരുപാട് പഠിക്കുന്നവരാണ്, പരീക്ഷകൾ എഴുതിയവരാണ്. ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മജ്ലിസിന്റെ താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം തരണേ അല്ലാ. സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ.
വഴിതെറ്റിപ്പോകുന്ന കാലമാണ് അല്ലാഹുവേ. മോശത്തരങ്ങൾ അധികരിക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ വിധത്തിലുള്ള ദുർപ്രവർത്തനങ്ങളെ തൊട്ടും അല്ലാഹുവേ മോശത്തരങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഈ വർഷം ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോകുന്ന ഒരുപാട് ഹാജിമാരുണ്ട്. അല്ലാഹു അവർക്ക് ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള അവസരം കൊടുക്കണേ അല്ലാ. ഒരുപാട് പേർക്ക് ഹജ്ജ് മുടങ്ങി പോകുമെന്ന് ഭയപ്പെടുകയാണ് റബ്ബേ, നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും അല്ലാഹുവേ നിനക്ക് പൊരുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവസാനം മുഅ്മിനായി മരണപ്പെടാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. എവിടെ വെച്ചാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല റബ്ബേ. മരിക്കുന്ന സമയത്ത് റബ്ബേ ഞങ്ങൾക്ക് കലിമ ചൊല്ലി മരിക്കാനുള്ള അവസരം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധത്തുള്ള കാവലും നീ തരണേ അല്ലാ. മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടങ്ങൾ ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അഭിമാനം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അസൂയാലുക്കളുടെ അസൂയത്തൊട്ട് കാക്കണേ അല്ലാ. സിഹർ വെക്കുന്ന സാഹചര്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കണ്ണീർ വെക്കുന്ന ആയിനീങ്ങളുടെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നാവ് ദോഷങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. എല്ലാവിധത്തിലുള്ള പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കച്ചവടം ഞങ്ങളുടെ വീട് വാഹനം എല്ലാത്തിനെയും നീ സംരക്ഷിക്കണേ അല്ലാ. ഈ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും കഴിയുന്നത് പോലെ പങ്കെടുക്കുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.